ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ ഇന്ന് അവസാന ഭാഗമായിട്ട് കാണുന്ന സീന് നമ്മുടെ ശ്രുതി പറയുകയാണ്, എങ്ങനെയെങ്കിലും ജോലി മേടിച്ചിട്ട് ഇന്ന് ഇങ്ങോട്ടേക്ക് കയറി വരാവുള്ളൂ. ശ്രുതി, ഞാൻ കാല് പിടിക്കുക, ജോലി എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാതെ ഇന്നിങ്ങോട്ട് കയറി വരരുത്. ഞാൻ നാണം കിട്ടും മടുത്ത സച്ചി ഏതു നേരവും ശ്രുതിനെ കുറ്റപ്പെടുത്തുകയാണ്. ജോലിയില്ല. ഇത് കേൾക്കുന്നതിനൊരു പരിധിയില്ലേ എന്നൊക്കെ പറഞ്ഞു. ശ്രുതി ചോദിച്ചു, എങ്ങനെ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഞാൻ ജോലി സംഘടിപ്പിക്കുന്ന ശ്രുതി പറയുന്നത്? അതൊക്കെ പറ്റും, ശ്രുതിനെ കൊണ്ട് എന്തും പറ്റും. ശ്രുതി എന്താണെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കാതെ ഇന്നിങ്ങോട്ട് വരരുത്, ജോലി വരുമ്പം ഉണ്ടായിരിക്കണം എന്നിങ്ങനെ പറഞ്ഞു. ആകെ പെട്ടുപോയില്ലേ നമ്മുടെ ശ്രുതി. ഏതായാലും ശ്രുതി എന്ത് ചെയ്തു, നേരെ പോവുകയാണ്. വേറെ നിവർത്തിയില്ല. അവിടെയും ഇവിടെയും ഒക്കെ കേറി മാറി ജോലിയൊക്കെ അന്വേഷിക്കുന്നു. ഒരു സ്ഥലത്തും കിട്ടുന്നില്ല. വീണ്ടും ഓർക്കുകയാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത് കാര്യം ജോലിയില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു വരരുതെന്ന്. അപ്പൊ എങ്ങനെയെങ്കിലും ജോലി കിട്ടിയേ പറ്റൂ. ലാസ്റ്റ് നമ്മുടെ ശ്രുതിക്ക് ഒരു നിവർത്തിയില്ലാതെ ഒരു ഹോട്ടലിൽ ചെല്ലുകയാണ്. അങ്ങനെ ഹോട്ടലിൽ ചെന്നതേ നമ്മുടെ ഈ ഒരു ശ്രുതിയുടെ ലുക്കൊക്കെ ആകെ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആൾക്കാരെ പോലൊക്കെ തോന്നൂല്ലോ. അപ്പൊ അവിടെ ചെന്നപ്പോ എന്താ സാർ വേണ്ടതെന്നൊക്കെ ചോദിച്ച് അയാൾ ഇങ്ങനെ സംസാരിക്കാൻ വന്നപ്പം അത് പിന്നെ എനിക്ക് വേറൊന്നും വേണ്ട, കഴിക്കാനൊന്നും വേണ്ട, എനിക്കൊരു ജോലി വേണമായിരുന്നെന്ന് പറഞ്ഞു. ജോലിയോ? എന്നിട്ട് അടിമുടി ഒന്ന് നോക്കാം കേട്ടോ നമ്മുടെ ശ്രുതിനെ. നിങ്ങൾക്ക് ജോലിയോ? എന്ത് ജോലി? അതെ, ഇത് ഹോട്ടലാ, അല്ലാതെ ജോലി കൊടുക്കുന്ന ഏജൻസി ഒന്നും അല്ല. അയ്യോ, അതെനിക്കറിയാം. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തന്നാ മതി. ഇവിടെയും ജോലി കാണുമല്ലോ. ഇവിടെ ജോലിയൊക്കെ ഉണ്ട്, പക്ഷേ തനിക്ക് പറ്റുന്ന ജോലി ഇവിടെ സാധാരണ അടുക്കള ജോലി, സപ്ലയർ, പിന്നെ ലിസ്റ്റ് എടുക്കല്, അങ്ങനെ ബില്ലടിക്കല്, അങ്ങനെ കുറച്ച് ജോലികളൊക്കെയാണ് ഉള്ളത്. ഇതില് താൻ ഏത് ജോലി ചെയ്യും? അല്ല, തൻ്റെ ലുക്ക് ആകെ മൊത്തം കണ്ടിട്ട് താനിതോ വലിയ വീട്ടിലാണെന്ന് തോന്നുന്നല്ലോ. അതോ താന് പഠിച്ച് ഇപ്പം ജോലി കിട്ടാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന പയ്യനാണോ? അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ചോദിച്ചു, അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? അല്ല, സാധാരണ ഇങ്ങനെ പഠിച്ച് തെണ്ടിത്തിരിഞ്ഞൊക്കെ നടക്കും ചിലവന്മാര്. അവന്മാർക്ക് ഒരു ജോലിയും കിട്ടാത്തപ്പോൾ ഇങ്ങോട്ടേക്ക് ജോലി ചോദിച്ചു വരികയും ചെയ്യും. ലാസ്റ്റ് 2-3 ദിവസം വന്നിട്ട് എവിടെ പിന്നെ അവരങ്ങ് വിട്ടുപോവുകയും ചെയ്യും. അല്ല, അങ്ങനെ വല്ലതും ആണോ താന്? അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രുതി വിചാരിച്ചു, എൻ്റെ ഈശ്വര, വേണ്ട, പഠിച്ചതാണെന്നൊന്നും പറയണ്ട. പഠിച്ചതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ജോലി കിട്ടത്തില്ല. അത് പിന്നെ ഞാനേ പഠിച്ചിട്ടൊന്നുമില്ല. 10 വരെ കഷ്ടിയും മുഷ്ടിയൊക്കെ പോയിട്ടുണ്ട്. ഓഹോ, അപ്പം താൻ 10 വരെ പോയിട്ടുള്ളൂ. പിന്നെ എന്തിനാണോ താനീ കോട്ടും സൂട്ടൊക്കെ ഇട്ട് നടക്കുന്നത്? അത് പിന്നെ ഇത് എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹം, ഞാൻ ഇങ്ങനെ തന്നെ നടക്കണമെന്ന്. എൻ്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടം. അതുപോലെ എൻ്റെ ഭാര്യയ്ക്കും ഞാൻ ഇങ്ങനെ നടക്കുന്നതാ ഇഷ്ടം. ഓഹോ, അങ്ങനെ. ഏതായാലും എങ്കിൽ പിന്നെ തനിക്ക് ഏത് ജോലി ചെയ്യാനാണ് താല്പര്യം? ഞാനെന്നാ പിന്നെ ലിസ്റ്റ് എടുത്തോളാം. ഇവിടെ വരുന്നവരുടെ ലിസ്റ്റ് എടുത്ത് തരാം. എനിക്ക് ആ ജോലി കുഴപ്പമില്ല. എങ്കിൽ പിന്നെ ഓക്കെ, ആ ജോലി സെറ്റ്. എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് നാളെ മുതൽ വരാം. നാളെ മുതൽ വരാനോ? അല്ല, താനിപ്പോ രാവിലെ അല്ലേ വന്നിരിക്കുന്നത്. താൻ ഇന്നു മുതൽ അങ്ങ് ജോയിൻ ചെയ്ത് ജോലി ഇങ്ങോട്ട് തുടങ്ങ്. എന്തിനാ ഇനിയിപ്പോ വെച്ച് താമസിപ്പിക്കുന്നത്? പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, രാവിലെ 10 മണിക്ക് വരണം. അതിനോടൊപ്പം തന്നെ ഇടയ്ക്ക് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കാനോ തലവേദനയാന്ന് പറഞ്ഞ് മാറിയിരിക്കാനോ ഒന്നും പറ്റില്ല. ജോലിയുടേതായ രീതിയിൽ തന്നെ ചെയ്യണം. പിന്നെ കസ്റ്റമേഴ്സിനോട് മാന്യത കാണിക്കണം. അവർ പറയുന്നതൊക്കെ അതേപടി അനുസരിക്കണം. അതിപ്പോൾ എന്താണെങ്കിലും അതേപടി അനുസരിച്ചോണം. കസ്റ്റമേഴ്സിനെ വെറുപ്പിക്കാൻ പാടില്ല. ഇല്ല സാർ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. എനിക്കൊരു ജോലി തന്നാൽ മാത്രം മതി. അല്ല സാർ, ഞാൻ ജോലി ചെയ്യാം, ശമ്പളം പറഞ്ഞില്ലല്ലോ. ശമ്പളമൊക്കെ പറയാടോ, ഇപ്പൊ താൻ വന്നതല്ലേ ഉള്ളൂ. ശമ്പളമൊക്കെ തൻ്റെ ജോലി കണ്ടിട്ട് ഞാൻ പറയാം. ഏതായാലും ഇന്ന് തന്നെ ജോലി ആരംഭിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി 2 കെട്ട് ഹോട്ടലിൽ ജോലിക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് പറയുന്നത്. എന്തൊക്കെയായിരുന്നു, 3 ഡിഗ്രിയോ 4 ഡിഗ്രിയോ, എന്താ വലിയ MD ആയിട്ടേ ഇരിക്കത്തുള്ളൂ, മാനേജറായിട്ടേ ഇരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നിവർത്തിയിട്ട് കഴിഞ്ഞപ്പോൾ ഹോട്ടലിൽ പോകേണ്ട അവസ്ഥ വന്നേ. ഓരോ മനുഷ്യന്റെ ജീവിതവും ഇതാണ്. അതുപോലെ തന്നെ നമ്മുടെ രേവതിനെ എന്തുമാത്രമാണ് അപമാനിച്ചത്. ഒരു പൂക്കാരി, സച്ചി വെറും ഡ്രൈവർ. ഇപ്പൊ നമ്മുടെ ശ്രുതി വരും, എന്നതാ ഹോട്ടലിലെ കണക്കെടുക്കുന്ന ആളോ അല്ല, ഈ ഹോട്ടലിൽ നമ്മുടെ ഈ ഒരു എന്താ പറയാ, എന്താ വേണ്ടത് എന്നൊക്കെ വന്ന് ലിസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന ഒരാള്. അത്ര ഒരു ജോലിയാണ് കിട്ടിയിരിക്കുന്നത്.
ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി കിച്ചണിലൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രേവതി രേവതി എന്ന് വിളിച്ചുകൊണ്ട് സച്ചി വരികയാണ്. അപ്പൊ സച്ചി വന്ന ഉടനെ തന്നെ എന്താ സച്ചേട്ടാന്ന് ചോദിച്ചപ്പം അല്ല നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്, അല്ല നിനക്ക് കടയിൽ പണിയൊന്നുമില്ലേ, നിനക്ക് കടയിൽ പൂവൊന്നും എടുത്ത് കൊടുക്കണ്ടേ? അത് പിന്നെ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാനിങ്ങ് പോകുന്നതാ, വൈകിട്ടത്തേക്കുള്ള കാപ്പിക്കൊക്കെ ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് ഞാൻ പോകുന്നതാ. ദേ കടയൊന്നും കളഞ്ഞിട്ട് ഇവിടെ കിടന്ന് പണിയൊന്നും വേണ്ട. ഏയ് കടയിൽ ഇപ്പം കച്ചവടം നടക്കില്ല, ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വലിയ കച്ചവടം ഒന്നും നടക്കാറില്ല. എങ്കിലും ഒരു കസ്റ്റമർ വന്നാലോ, അത് പിന്നെ ഇവിടെയാ വീടെന്ന് അറിയാലോ, അപ്പൊ വെളി വന്ന് വിളിക്കും, ഞാൻ അങ്ങോട്ടേക്ക് അങ്ങ് പോകും. ഏതായാലും നിന്റെ പണി നടക്കട്ടെ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എനിക്കിപ്പം തൽക്കാലം ഓട്ടോ ഒന്നുമില്ല, എങ്കിൽ പിന്നെ ഞാൻ കടയിൽ പോയിരിക്കാം. സച്ചേട്ടൻ എന്തറിയാൻ കടയിൽ പോയിരുന്നാല് സച്ചേട്ടന് എന്ത് ചെയ്യും? വരുന്നവർക്ക് മാല ചോദിക്കുന്നവർക്ക് മാല എടുത്തു കൊടുക്കും, പൂ ചോദിക്കുന്നവർക്ക് പൂ എടുത്തു കൊടുക്കും. അല്ല, പൂ എങ്ങനെ എടുത്തു കൊടുക്കും? മുഴം അനുസരിച്ച് എടുത്തു കൊടുക്കും. ഓഹോ, അപ്പൊ അറിയാലേ എങ്ങനെയാ മുഴം എടുക്കുന്നത്? അത് പിന്നെ ഇങ്ങനെ ഇവിടം വരെ മുഴം. ബെസ്റ്റ്, അവിടം വരെയാണ് മുഴം. ഇങ്ങ് കൊണ്ടുവന്നേ കയ്യ്. എൻ്റെ കൈയും സച്ചേട്ടൻ്റെ കൈയും ഒരുമിച്ച് വെച്ച് നോക്ക്. ഇതല്ല ആരുടെ കയ്യാ വലുത്? അത് പിന്നെ എൻ്റെ കയ്യാ വലുത്. എൻ്റെ കൈ നിന്റെ കൈയിനേക്കാളും വലുതാ. അപ്പം ഒരു മുഴെന്ന് പറയുമ്പോഴേ ദേ ഇത്രയും അങ്ങ് പോകും. എനിക്ക് ഒരു മുഴെന്ന് പറയുമ്പോൾ ഇത്ര നീളമുള്ളൂ. അപ്പം ദേ 1.5 മുഴവാ ഒരു മുഴവായിട്ട് പോകുന്നത്. എൻ്റെ കയ്യിലെ 1.5 മുഴം ഒരു മുഴവായിട്ടാ സച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നത്. അത് നമ്മുടെ കച്ചവടത്തിന്റെ ലാഭത്തിനെ ബാധിക്കില്ലേ? ഓ, അത് ശരിയാണല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ ട്രിക്ക്. ഇങ്ങനെയൊക്കെ ട്രിക്കുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, ഇപ്പൊ സച്ചേട്ടൻ തൽക്കാലം ഇവിടെ ഇരിക്കെ, ഞാൻ അടുക്കള ജോലിയൊക്കെ ചെയ്തിട്ട് അങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞു തീർന്നില്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ സുധി വരുന്നത്. അങ്ങനെ സുധി വന്നു. സുധി കയറി വന്നതും കയ്യിലൊരു കൂടൊക്കെ ആയിട്ടാട്ടോ വരുന്നത്. അപ്പൊ സുധി വന്നതും എല്ലാവരെയും സച്ചിനെ കണ്ടിട്ട് അച്ഛാ അമ്മേ ശ്രുതി എല്ലാവരും ഇങ്ങ് വന്നേന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ഇങ്ങ് വരികയാണ് കേട്ടോ. അപ്പൊ സച്ചു ചോദിച്ചു, എന്താടാ പതിവില്ലാതെ എല്ലാവരെയും വിളിക്കുന്നത്? അല്ല, നിനക്ക് ജോലി കിട്ടിയോ? ജോലി കിട്ടി. എനിക്ക് എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാനുണ്ട. എനിക്ക് മനസ്സിലായി, നിന്റെ ജോലി തേപ്പാലേ. ഞാൻ രാവിലെ തേക്കുന്ന കാര്യം പറഞ്ഞപ്പം നീ ആലോചിച്ചു അല്ലേ? ഏതായാലും ലാഭം തന്നെയാടാ. നിന്റെ തീരുമാനം ഏതായാലും കൊള്ളാം. തേപ്പ് ജോലി. ഇസ്തിരി സ്തുതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ഗുമ്മുണ്ട്. വേണമെങ്കിൽ നമ്മുടെ അമ്മയുടെ പേരിടാം, ഇസ്തിരി കടയ്ക്ക് ചന്ദ്ര ഇസ്തിരി, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നിർത്തുന്നുണ്ടോ എന്ന്. അതെ, എനിക്ക് ജോലി കിട്ടി, എനിക്കിനി വേറെ ആരുടെ ഔദാര്യം ഒന്നും വേണ്ട. ജോലി കിട്ടിയെന്നോ നിനക്കോ? അപ്പൊ പെട്ടെന്ന് ശ്രുതി വന്നിട്ട് എന്താ ശ്രുതിക്ക് ജോലി കിട്ടിയോ? അപ്പൊ ചന്ദ്രൻ വന്നിട്ട്, എടാ മോനെ നിനക്ക് ജോലി കിട്ടിയോ? ജോലി കിട്ടിയമ്മേ, എനിക്ക് ജോലി കിട്ടി. അപ്പൊ സച്ചു പറയാ, അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ, നിനക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോടാ. ആകെ മൊത്തം ഒരു വശവശക്. ഒരു ദിവസത്തിനുള്ളിൽ നിനക്ക് ജോലി കിട്ടാൻ എന്ത് ജോലിയാണ് നിനക്ക് കിട്ടിയത്? അത് എന്ത് ജോലിയെങ്കിലും ആയിക്കോട്ടെ, മാന്യമായിട്ട് ചെയ്യുന്ന ജോലി എന്തും ജോലി തന്നെയാണല്ലോ. അതുപോലെ എനിക്ക് എൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു ജോലി കിട്ടിയെന്നങ്ങ് വെച്ചോ. അത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ പലരും കഴിഞ്ഞ ദിവസം എന്നെ ഇവിടെ കളിയാക്കിയിരുന്നല്ലോ, ഹലുവ കൊണ്ടുവരുവോ കൊടുക്കുകയോ എനിക്കത് കൊടുക്കാൻ പറ്റില്ലെന്നോ എൻ്റെ ഭാര്യയ്ക്കൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞല്ലോ. ശ്രുതി ഇങ്ങ് വന്നേ. ശ്രുതി, ഞാൻ ശ്രുതിക്ക് ഹലുവ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടത് നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ശ്രുതി സത്യമാണോ ശ്രുതി ഇത്? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു, സത്യമാണോ സ്വപ്നമാണോ ഏതായാലും ഞുള്ളി നോക്ക്, ചിലപ്പോൾ സ്വപ്നമായിരിക്കും എന്നിങ്ങനെ പറയുകയും ചെയ്തു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അതൊന്നും കാര്യമാക്കുന്നില്ല. ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട്, അയ്യോ ശ്രുതി, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതെനിക്ക് മേടിച്ചോണ്ട് വന്നതാ. ഇത് ഞാൻ നിനക്ക് മേടിച്ചോണ്ട് വന്നതാ, കഴിക്ക് എന്നും പറഞ്ഞ് അത് തുറന്നെടുത്ത് നമ്മുടെ ശ്രുതിയുടെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ട്, ഞാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ കാത്തിരുന്നത്, മതി, എനിക്കിതു മതി. എല്ലാവരും ജോലിയില്ലാത്തവനെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് ഇപ്പൊ എൻ്റെ ഭർത്താവ് കണ്ടോ, എൻ്റെ ഭർത്താവിനും അറിയാം ഭാര്യയ്ക്ക് എന്ത് മേടിച്ചുകൊണ്ട് വരണം, ഭാര്യയ്ക്ക് എങ്ങനെ ട്രീറ്റ് തരണം എന്നൊക്കെ. കണ്ടോ, കാണട്ടെ എല്ലാവരും. അല്ല, അമ്മയ്ക്ക് കൊടുക്കുന്നില്ലേ ശ്രുതി? അമ്മയ്ക്ക് കൊടുക്കാൻ പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, ഇന്ന് അമ്മ കഴിക്കമ്മേ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷം. അപ്പൊ രവീന്ദ്രനും കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, നിർത്ത്, വേണ്ട, എങ്ങോട്ട് കൊണ്ടുപോവാ? എൻ്റെ അച്ഛന് കൊടുക്കാനാണോ? വേണ്ട, എൻ്റെ അച്ഛന് ഷുഗറൊക്കെ ഉള്ളതാ, നിന്റെ ഈ ഹലുവ ഒന്നും കഴിച്ചാലേ ശരിയാവില്ല എന്നൊക്കെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു. സച്ചി മിണ്ടായിരിക്കടാ, നല്ലൊരു ദിവസമല്ലേ, ഇവന് ജോലി കിട്ടിയതല്ലേ, അപ്പം കുറച്ച് മധുരം കഴിച്ചു നിർത്ത്, പ്രശ്നമൊന്നുമില്ല, താമോനെ ശ്രുതി എന്ന് പറഞ്ഞ് അതിൽ നിന്നൊരു പീസ് മേടിച്ച് കഴിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ട് കുറച്ചു നേരം ഇങ്ങനെ ചിന്തിച്ച് നിന്നിട്ട്, അതേ ശ്രുതി, ജോലി കിട്ടിയതിൽ നമ്മൾ മാത്രം സന്തോഷിച്ചാൽ മതിയോ? ഇവിടെയുള്ള എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കണ്ടേ? അതുകൊണ്ട് രേവതി നിൽക്കുന്ന കണ്ടില്ലേ, രേവതിക്ക് കൊടുക്കങ്ങോട്ട് സ്വീറ്റ്സ് എന്നിങ്ങനെ പറയാണ്.
അങ്ങനെ രേവതിക്ക് ഇങ്ങനെ വെച്ച് നീട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ സുധീനെ തുറിച്ച് നോക്കാണ് കേട്ടോ. കാരണം സുധിയും രേവതിയും തമ്മിൽ ഇതുവരെ ആ ഒരു ഇതായിട്ടില്ല. കാരണം സുധിയോട് രേവതിക്ക് ഇപ്പോഴും ദേഷ്യം തന്നെയാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ സച്ചി പറഞ്ഞു, എടാ അവന്റെ വായിന്ന് വല്ലതും കേൾക്കണ്ടെങ്കിലേ നീ മിണ്ടാതിരിക്കുക, മധുരം കൊടുക്കാൻ വന്നിരിക്കുന്നു. അല്ല നീ ഒരു മധുരം കൊടുത്തതാണല്ലോ ഒരു കല്യാണ ദിവസം, നല്ല മധുരമാണല്ലോ അന്ന് കൊടുത്തത്, സന്തോഷിക്കാനുള്ള വകയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ കൊടുക്കൽ മതി, ഇനി കൂടുതലൊന്നും കൊടുക്കണ്ട, അതിങ്ങിതാ ഞാൻ കഴിക്കാം എന്നും പറഞ്ഞ് എന്ത് ചെയ്തു, നമ്മുടെ സച്ചി മേടിച്ച് അത് മൊത്തം വിഴുങ്ങാണ് കേട്ടോ. സച്ചി മേടിച്ച് അത് മൊത്തം കഴിക്കുകയാണ്. ഏതായാലും നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. സച്ചിക്ക് നാണമൊന്നുമില്ല, സച്ചിക്ക് കിട്ടുന്നത് തന്നെ അതിനാ കളയുന്നതെന്ന് ഓർത്തോണ്ട് ആ ഹൽവ മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ആ കടയിലിരിക്കുന്ന ഹലുവയല്ലേ, എനിക്കറിയാം, ഇതിന്റെ ടേസ്റ്റ് അറിയാം, ആ ഹോട്ടലിന്റെ അടുത്തിരിക്കുന്ന കട, ആ ബേക്കറി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ആകെപ്പാടെ നമ്മുടെ ശ്രുതി ഇങ്ങനെ പെട്ടുപോവാ. ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പേടിച്ചു പോയി. അപ്പം ഇതിനിടയ്ക്കാണ് നമ്മുടെ സച്ചി ചോദിച്ചതല്ല, നിനക്ക് ജോലി കിട്ടി, എന്ത് ജോലിയാണ് നിനക്ക് കിട്ടിയത്? ഞാൻ പറഞ്ഞല്ലോ സച്ചി, എനിക്ക് ജോലി കിട്ടി, മാന്യമായ ജോലി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് ജോലി എന്താണ് ഏതാണെന്ന് നിന്നോട് പറയാൻ ഇപ്പം എനിക്ക് തൽക്കാലം താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പം ശ്രുതി പറഞ്ഞു, ബാ ശ്രുതി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി റൂമിനകത്ത് ചെന്നിട്ട് ചോദിക്കാൻ കേട്ടോ, ശ്രുതി എന്താ ശ്രുതിക്ക് ജോലി കിട്ടിയത്? അതെന്താ ശ്രുതി ആരോടും പറയാത്തത്? എന്ത് ജോലിയാണ് കിട്ടിയത്? അത് പിന്നെ അല്ല, നീ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞത് എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ചുകൊണ്ട് വരണം എന്നല്ലേ? മാന്യമായൊരു ജോലി തന്നെയാ, അധ്വാനിക്കുന്ന ജോലി തന്നെയാ, എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് തന്നെയാ ഞാൻ ഇത് മേടിച്ചുകൊണ്ട് വന്ന് നിനക്ക് തന്നത്. ഒരിക്കലും കട്ടോ മോഷ്ടിച്ചോ അല്ലെങ്കിൽ പാർക്കിൽ പോയിരുന്നതോ ഒന്നുമല്ല. അത് മാത്രം ഇപ്പം നിന്നോട് പറഞ്ഞാൽ പോരെ? ജോലി എന്താണെന്ന് ഞാനിപ്പോൾ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ? നിന്റെ ഭർത്താവ് ഇപ്പം ജോലിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. നിന്റെ ഭർത്താവിന് ജോലി ഉണ്ടെന്ന് ആരുടെയും മുഖത്ത് നോക്കി നിനക്ക് പറയാൻ പറ്റും. ഞാൻ ഒരിക്കലും കള്ളം പറയില്ല, ഞാൻ നിന്നോട് ഒരിക്കലും കള്ളം പറയത്തുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജോലിയുടെ കാര്യം പറയാത്തത്. അതുകൊണ്ട് നീ എന്ത് ജോലിയാണ് ഏത് ജോലിയാണെന്ന് ചോദിക്കരുത്. ഒരിക്കലും ഈ ജോലിയുടെ പേരിൽ എന്നെ ആരും ഇവിടെ വന്ന് പൊക്കിക്കൊണ്ട് പോകുമോ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകുമോ ഒന്നും ചെയ്യില്ല. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന ജോലി തന്നെയാണ് ഇത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, മതി, ഇനി പറയണ്ട, ഇനി ഒന്നും പറയണ്ട, എനിക്ക് മതിയായി. കാരണം എന്ത് ജോലിയാണെങ്കിലും ശ്രുതി ഇപ്പൊ കാണിച്ചുണ്ടല്ലോ, എല്ലാവരുടെയും മുമ്പിൽ അഭിമാനത്തോടെ നിന്ന ആ നിമിഷം ഉണ്ടല്ലോ, അത് മതി. എനിക്ക് ലോകം പിടിച്ചടക്കിയ ഒരു സന്തോഷമാണ് ശ്രുതി, മതി, എനിക്കിതിൽ കൂടുതലൊന്നും വേണ്ട എന്ന് പറയുക. അങ്ങനെ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. ഏതായാലും ഏത് ജോലിയാണേലും അതിൻ്റെതായ മാന്യതയുണ്ട്. പക്ഷേ നമ്മുടെ ശ്രുതി ഒരു ഹോട്ടൽ പണിക്കാരനാണെന്ന് പറയാൻ ഒരിക്കലും നമ്മുടെ ശ്രുതിക്ക് പറ്റില്ല, ചന്ദ്രയ്ക്കും പറ്റില്ല. ആ ജോലിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം ആ ഒരു ജോലിയിൽ നിന്ന് ഇറങ്ങാൻ നമ്മുടെ ശ്രുതിയും ചന്ദ്രയും പറയുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശ്രുതി ഇപ്പൊ തൽക്കാലം ഒന്നും പറയണ്ടെന്ന് വെച്ച് മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു സീനൊക്കെ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി പൂക്കച്ചവടമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിനിടയ്ക്ക് രേവതിയുടെ ഒരു കൂട്ടുകാരി വന്നിട്ടോ. രേവതിയുടെ ഒരു കൂട്ടുകാരി വന്നു, പൂ തരാൻ പറഞ്ഞു. അങ്ങനെ പൂ മേടിച്ചപ്പോഴത്തേക്ക് രേവതിയുടെ കൂട്ടുകാരി പറഞ്ഞു, ഏതായാലും ഇവിടെ അടുത്ത് കടയുള്ളതിന്റെ രക്ഷപ്പെട്ടു, ഇപ്പം രേവതിയുടെ അമ്മയുടെ അടുത്ത് പോകണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ അങ്ങനെ ചെയ്യല്ലോ കേട്ടോ, ഒരു ദിവസം ഇവിടെ നിന്ന് പൂ മേടിച്ചാൽ ഒരു ദിവസം അവിടെ നിന്ന് പൂ മേടിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് പൂക്കാരിയല്ല വന്ന ഫ്രണ്ട് ശ്രദ്ധിച്ചത്. അല്ല, നിന്റെ കഴുത്തിൽ മാല എന്തി? മാല കാണുന്നില്ലല്ലോ, നീ വലിയ പണമുള്ള വീട്ടിലല്ലേ വന്നേക്കുന്നത്, എന്തു പറ്റി? മാല എന്തിയെ? നിന്റെ അമ്മായിയമ്മ വല്ലോ മാല പിടിച്ചു പറിച്ചോണ്ട് പോയോ? സച്ചി ഏതായാലും മാല പിടിച്ചു പറിക്കില്ലെന്നറിയാം. അല്ല, നമ്മുടെ മറ്റേ ജാനകിയില്ലേ, അവളുടെ അമ്മായിയമ്മ അവളുടെ മാലയും സ്വർണ്ണവും എല്ലാം പിടിച്ചു മേടിച്ചു വെച്ചിരിക്കുക. ഇനിയിപ്പൊ അങ്ങനെ വല്ലതും ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് നമ്മുടെ രവീന്ദ്രൻ നിപ്പുണ്ട് കേട്ടോ. അപ്പൊ രേവതി എന്താ പറയുന്നതെന്നൊക്കെ കേൾക്കാമല്ലോ. അപ്പൊ രേവതി പറയാണ്, അയ്യോ ഒരിക്കലും എൻ്റെ അമ്മായിയമ്മ എൻ്റെ മാലയൊന്നും പിടിച്ചു മേടിച്ചു വെച്ചിട്ടില്ല, ഇത് പിന്നെ കുഴ പോയി, അപ്പൊ കുഴ പോയപ്പോൾ ശരിയാക്കാൻ വേണ്ടി കൊടുത്തേക്കാന്ന് പറഞ്ഞ് അങ്ങ് ഒഴിയാണ്. എന്നിട്ട് ചോദിച്ചു, അല്ല നിന്റെ അമ്മായിയമ്മ എങ്ങനെയുണ്ട്? എൻ്റെ അമ്മായിയമ്മ പാവ, എന്നെ മോളെ പോലെ തന്നെയാണ് കാണുന്നത്, ഞാനും അവരെ എൻ്റെ കുടുംബത്തിലെ ഒരാളായിട്ട് എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് കാണുന്നത്, എൻ്റെ അമ്മായിയമ്മ കുഴപ്പക്കാരിയും പ്രശ്നക്കാരിയും ഒന്നും അല്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഒരുപാട് സന്തോഷമാവുകയാണ്. കാരണം കുറ്റവും കുറവും ഒന്നും പറയുന്നില്ലല്ലോ. പക്ഷേ അപ്പൊ നമ്മുടെ ചന്ദ്ര വരുകയാണ്. അയ്യോ, ഒന്നൊന്നര വരവല്ലേ വരുന്നത്, വന്നിട്ട് എന്താ ചെയ്യുന്നത്? നീ ഇവിടെ എന്തെടുക്കുവാടി? വാചകം അടിച്ചുകൊണ്ട് നിൽക്കുവാണോ? പൂ വിൽക്കുവാന്നും പറഞ്ഞ് ഇവിടെ വന്നിട്ട് നീ എന്താ കാണിക്കുന്നത്? മര്യാദയ്ക്ക് അടുക്കളയിൽ പോയി പണി ചെയ്യടി, അത് ചെയ്യടി, ഇത് ചെയ്യടി. അതാ കൂട്ടുകാരി കേൾക്കുകയും ചെയ്തു കേട്ടോ. ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇനി വരാൻ പോകുന്ന വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.